ആരോഗ്യരംഗത്തെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ 2023-24 കേരളത്തിന് തരാനുള്ള മുഴുവൻ തുകയും കേന്ദ്രം അനുവദിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റെന്ന് കേരളം. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ 2023-24 636.88 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കോ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കോ ₹1 പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. 2023-24 വർഷത്തിൽ ദേശീയാരോഗ്യ ദൌത്യത്തിന് കേന്ദ്രം നൽകാനുള്ളത് 636.88 കോടി രൂപയാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിക്കും സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷനും കത്തയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒക്ടോബർ 28-ന് കേന്ദ്രം നൽകിയ മറുപടിയിലും കേന്ദ്രം കേരളത്തിന് 2023-24 കേന്ദ്രവിഹിതം നൽകാനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. NHMന്റെ ആശയ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കോ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കോ ₹1 പോലും 2023-24 അനുവദിച്ചിരുന്നില്ല. ആകെ കേന്ദ്രം തരാനുള്ള 826.02 കോടിയിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിനും കൈൻ ഗ്രാന്റിനും വേണ്ടിയുള്ള 189.15 കോടി മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ ബാക്കി 636.88 കോടി ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നും കേരളം വ്യക്തമാക്കുന്നു. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് NHM പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കോ ബ്രാൻഡിംഗ് ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നെങ്കിലും ആ വർഷത്തെ ഫണ്ട് അനുവദിച്ചില്ലെന്നും അതിനാൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.